ഹായ് എവരിവൺ, നമ്മളിന്ന് വീഡിയോയിലൂടെ കാണുന്നത് ഡൽഹി ടു സോനപ്രയാഗ് വരെ റോഡ് ട്രിപ്പും അവിടുന്ന് കേദർനാഥ് വരെ ഒരു ട്രക്കിംഗ് വീഡിയോ ആണ്. കേദർനാഥ് ടെമ്പിൾ വരെ ഉള്ള വീഡിയോ ഉണ്ട്, നമ്മൾ ഇതിൽ ഫുള്ള് നോക്കുന്നുണ്ട്. ഇത് ഒരു ടെമ്പിൾ ക്ലോസ് ചെയ്തതിന് ശേഷം, അതായത് ഫ്ലഡൊക്കെ കാരണം, ഫ്ലഡും ഹെവി റെയിൻഫാൾ കാരണം ടെമ്പിൾ ക്ലോസ് ചെയ്തതിന് ശേഷം റീഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്കിതിലൂടെ ഈ റോഡ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കാം. എല്ലാം ഈ വീഡിയോയിൽ ഇൻക്ലൂഡറാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉത്തർപ്രദേശ് ബോർഡറിൽ നിന്നാണ്. ഡൽഹി ടു ഉത്തരാഖണ്ഡ് ബോർഡർ വരെ നമ്മൾ ഡ്രൈവ് ചെയ്തു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അത് വളരെ മികച്ച റോഡ് തന്നെയാണ്. അവിടെ വരെ നമുക്കൊരു 3.5 hour കൊണ്ട് ഏകദേശം 200 kilometer അടുത്ത് കവർ ചെയ്യാൻ പറ്റി. വളരെ നല്ല റോഡാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ട്രിപ്പ് എങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാം. ഫസ്റ്റ് ഞാൻ ഇവിടുന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് എറണാകുളം ടൗൺ ജംഗ്ഷനിൽ നിന്ന് കേരള എക്സ്പ്രസ്സിലാണ് ഡൽഹി വരെ എത്തിയത്. ഡൽഹി വന്നില്ലെങ്കിലും നമുക്ക് യോഗനഗരി ഋഷികേശ് വണ്ടിയുണ്ട്. അപ്പം ആ ഒരു ട്രെയിനിൽ നമുക്ക് യോഗനഗരി ഋഷികേശ് വന്നാലും മതി. പക്ഷേ ഞാനതൊരു ഫാമിലി ട്രിപ്പാണ്. ഞങ്ങളൊരു കാർ റെൻ്റ് എടുത്താണ്, അതായത് നമ്മൾ സൂം കാർ ത്രൂ ഒരു കാർ എടുത്തിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ ഡൽഹിയാണ് അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ. കാരണം നമുക്ക് ബാക്കിയുള്ള ലൊക്കേഷൻസ് ഒന്നും സൂം കാർ അവൈലബിൾ ആയിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഡെറാഡൂണൊക്കെ പോകേണ്ടി വരും. സൂം കാർസ് കിട്ടാൻ അത് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് തന്നെ ഒരു സൂം കാർ എടുത്താണ് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു ദിവസം ഡൽഹിയിൽ സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് ഡേ തന്നെ സൂം കാർ എടുത്ത് അത് അവിടുന്ന് പിന്നെ ഒരു ആഫ്റ്റർനൂൺ നമ്മൾ 14th September ആഫ്റ്റർനൂൺ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ട്രിപ്പ് കണ്ടിന്യൂ ചെയ്ത് നമ്മളിപ്പോൾ ഹരിദ്വാർ ത്രൂ ഒക്കെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഹരിദ്വാർ ഏരിയാസൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഈ ട്രിപ്പിൽ ഹരിദ്വാർ ആരതിയൊക്കെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് നമുക്കത് മിസ്സായി. പിന്നെ നമ്മൾ കുറച്ചും കൂടെ മൂവ് ചെയ്ത് ഹരിദ്വാറിലായിരുന്നു സ്റ്റേ ഫസ്റ്റ് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ അത് മൂവ് ചെയ്തിട്ട് നമ്മൾ കുറച്ചും കൂടെ ഋഷികേശൊക്കെ കഴിഞ്ഞ് ഒരു കുറച്ചും കൂടെ പോകുമ്പോൾ തപോവൻ എന്ന് പറഞ്ഞൊരു ഹാപ്പനിങ് പ്ലേസാണ്. അത്യാവശ്യം കുറേ ഫോറിനേഴ്സൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ബങ്കി ജമ്പിങ്, റിവർ റാഫ്റ്റിങ്, അതുപോലത്തെ കുറേ ആക്ടിവിറ്റീസ് ഉള്ളൊരു നല്ലൊരു ഏരിയയാണ്. ഇഷ്ടംപോലെ ഹോട്ടൽസൊക്കെ കിട്ടും. ഞാൻ ഒരു Airbnb ആണ് ബുക്ക് ചെയ്തത്. ചീപ്പായിട്ട് ഞങ്ങൾക്ക് കിട്ടിയൊരു Airbnb ആണ്. അപ്പോൾ അത് ബുക്ക് ചെയ്ത് അവിടെ സ്റ്റേ ചെയ്ത് 15th September നമ്മൾ ട്രിപ്പ് ഏർലി മോർണിംഗ് തന്നെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ തപോവനിൽ നിന്ന് ഏർലി മോർണിംഗ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വിഷ്വൽസാണ്. അപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് തന്നെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ വഴിയൊക്കെ ഏകദേശം ഓക്കെയാണ്. ഇവിടെ ഒരു ട്രാഫിക് ഉണ്ടായിരുന്നു. അത്യാവശ്യം ആളുകൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. നമ്മൾ പോകുന്ന വഴി കൂടെ നമുക്ക് ആർമി മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന പോലത്തെ കുറേ മോശമായിട്ടുള്ള വഴികളും ഉണ്ട്. ലാൻഡ് സ്ലൈഡ് നിയർ ബൈ ആയിട്ടുണ്ടായതാണ്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്. അതെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. നമുക്കത് പോകുന്ന വഴിയിൽ ഫുള്ള് കാണാൻ പറ്റും. കാരണം ഹിറ്റാച്ചി JCB ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട്. ഇഷ്ടംപോലെ ട്രാവലേഴ്സ് ഉണ്ട് ഈ റൂട്ടിൽ. പിന്നെ പോകുന്ന വഴിയിൽ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ എന്നുള്ള രീതിയിലൊക്കെ അതൊക്കെ കണ്ടു. പിന്നെ നിങ്ങൾ ടെമ്പിളിൽ പോകുന്നവരാണെങ്കിൽ അത് നമുക്ക് ദർശനത്തിനായിട്ട് അവിടെ ഒരു ഓൾറെഡി പോകുന്നവർക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് ഇവരുടെ ചാർധാം യാത്ര വെബ്സൈറ്റിൽ നിന്ന് നമുക്കൊരു പിൽഗ്രിം ടിക്കറ്റായിട്ട് ബുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ടെമ്പിളിൻ്റെ ഇൻസൈഡ് വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ബുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ബുക്ക് ചെയ്തിട്ട് പോവുക. ലാസ്റ്റ് മിനിറ്റ് അവിടെ പോയി റഷ് ആക്കാൻ നിൽക്കേണ്ട. കാരണം അവിടെ ഇത് ഗൗരിക്കുണ്ടിയിൽ നിന്നാണ് ഇതിൻ്റെ ടിക്കറ്റ് എടുക്കുന്നത്. അത് എടുക്കാത്തവർ അവിടെ നല്ല റഷുണ്ട്. ഇത് ഞാൻ കണ്ടതാണ്. അപ്പം നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്തവർക്കാണെങ്കിൽ അതിൻ്റെ ഇഷ്യൂസൊന്നും വരുന്നില്ല. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ റോഡ് ട്രിപ്പായിട്ട് പോകുമ്പോൾ നമുക്ക് കുറേ നമ്മൾ സ്വന്തമായിട്ടൊരു കാറൊക്കെ എടുത്ത് പോകുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം ഈ പോകുന്ന റൂട്ടൊക്കെ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് പ്ലേസൊക്കെ ഉള്ളതാണ്. നമ്മളൊരു ബസ്സിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഹരിദ്വാറിൽ നിന്ന് ഏകദേശം 850 റുപ്പീസ് ആവും പെർ പേഴ്സൺ വൺ സൈഡ്. അപ്പം പോകുന്ന വഴിയിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെയുള്ള മെയിൻ ടൂറിസ്റ്റ് ഏരിയാസ് അങ്ങനെ നിർത്തിയൊന്നും പോകാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് അവരുടെ കൂടെ തന്നെ ഡയറക്റ്റ് ട്രാവൽ ചെയ്യാനേ പറ്റുള്ളൂ. ഏകദേശം ഹരിദ്വാറിൽ നിന്ന് നല്ല ഋഷികേശിൽ ഒരു 7 to 8 hours ട്രാവലുണ്ട്. അതിപ്പോൾ കാറിനാണെങ്കിലും നമ്മൾ കാറിന് പോയാലും ബസ്സിന് പോയാലും ഏകദേശം സെയിം ടൈം തന്നെയാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ടാക്സി വണ്ടികൾ എടുക്കാൻ പറ്റും. നമുക്ക് ഹരിദ്വാറിൽ നിന്നും ഋഷികേശിൽ നിന്നൊക്കെ അങ്ങനെ പോകുന്നവരും ഉണ്ട്. പിന്നെ AC ബസ് അവൈലബിൾ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെയൊന്നും കണ്ടില്ല. AC ബസ് ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ട്രാവലറൊക്കെ AC ഉള്ളത് കണ്ടിട്ടുണ്ട്. പിന്നെ ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ചൂടുണ്ട്. നല്ല ഒരു 35 ഡിഗ്രി 33 ഡിഗ്രിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ടെമ്പറേച്ചർ അത്യാവശ്യം ഉണ്ട്. ഇനി പോകുന്ന വഴിക്ക് ആണ് നമുക്ക് ശ്രീനഗർ ത്രൂ ഒക്കെയാണ് നമ്മൾ പോകുന്നത്. അതായത് ഉത്തരാഖണ്ഡിലെ ശ്രീനഗർ. ഇതൊരു യൂണിവേഴ്സിറ്റിയൊക്കെ ആയിട്ട് ഇവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു ഏരിയയാണ്. കാരണം ഒത്തിരി മലയാളി സ്റ്റുഡൻസൊക്കെ പഠിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ശ്രീനഗർ. ഇവിടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഉണ്ട്, സംസ്കൃത് ക്യാമ്പസ്, അങ്ങനെ സംസ്കൃത് യൂണിവേഴ്സിറ്റി, അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് പോകുന്ന വഴിയിലൂടെ കണ്ടിട്ടുണ്ട്. പിന്നെ ശ്രീനഗറിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന കാണുന്നത് അളകനന്ദ റിവറാണ്. അപ്പോൾ അളകനന്ദ നദിയുടെ തീരത്താണ് ഈ ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. കുറേ പാലങ്ങളും അതുപോലെ തന്നെ ടണൽസും കാര്യങ്ങളുമൊക്കെ നല്ല രീതിയിൽ ഡിസ്റ്റൻസ് ഷോർട്ട് ചെയ്യുന്ന രീതിയിൽ കുറേ പ്രൊജക്ട്സും കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അത് നമുക്ക് പോകുന്ന വഴി കൂടെ മിക്ക ഏരിയസിലും കാണാൻ പറ്റുന്നുണ്ട്. ഒരു 5 വർഷത്തിനുള്ളിൽ ആ റോഡൊക്കെ നല്ല പക്കയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഈ റൂട്ടിൽ തന്നെയാണ് ബദ്രിനാഥ് പോകുന്നത്. അതൊരു വേറെ ഏരിയയിൽ നിന്ന് ഡൈവേർട്ട് എടുത്താണ് ബദ്രിനാഥ് ഏരിയയിലോട്ട് പോകുന്നത്. വാലി ഓഫ് ഫ്ലവേഴ്സ്, ബദ്രിനാഥ്. നമ്മളിപ്പോൾ ഈ ഒരു ട്രിപ്പിൽ അത് നോക്കുന്നില്ല. ഇപ്പം വീണ്ടും ഇതുപോലെ തന്നെ മോശമായിട്ടുള്ള റോഡൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നല്ല ഷാർപ്പാണ് ഇവരുടെ ഈ ഒരു മലേൻ്റെ മുകളിലിരിക്കുന്ന കല്ലുകളൊക്കെ. നല്ല രീതിയിൽ നമ്മുടെ ഇവിടെ നാട്ടിൽ കാണുന്ന പോലത്തെ അല്ല, നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത്. എപ്പോഴും താഴെ വീഴാവുന്ന രീതിയാണ്. നമ്മൾ തന്നെ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ട്, ഇല്ല ഡയറക്റ്റ് ഫ്രണ്ടിലോട്ട് വീഴുന്നത്. അപ്പം വണ്ടിയൊക്കെ ഇട്ട് പോകുന്നവരൊക്കെ സൂക്ഷിച്ച് നോക്കിയൊക്കെ പോവുക. ഇതുപോലുള്ള ഏരിയ വരുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഏകദേശം സോനപ്രയാഗ് ആയിട്ടുണ്ട്. അവിടെ ആ ഒരു ഏരിയയിൽ
കുറച്ച് ലാൻഡ് സ്ലൈഡ് നടന്ന് ക്ലീൻ ചെയ്ത് വഴി ഓക്കെ ആക്കി വിട്ടിട്ടുണ്ട്. അപ്പം സോനപ്രയാഗിൽ നമ്മളിന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ ഏർലി മോർണിംഗ് ആണ് നമ്മൾ കേദാർനാഥ് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ കാറ് ഈ ഒരു ഏരിയയിൽ സോനപ്രയാഗിൽ പാർക്കിംഗ് ഏരിയ അവൈലബിൾ ആണ്. അവിടെ ഒരു ബങ്ക് ടൈപ്പ് പാർക്കിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. അവിടെയാണെങ്കിൽ നമുക്ക് ക്യാമറയൊക്കെ ഉണ്ട്, നമുക്ക് CCTV ക്യാമറയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പാർക്ക് ചെയ്തു, പെയ്ഡ് പാർക്കിംഗ് ആണ്. അവിടെ നമുക്ക് ക്ലോക്ക് റൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. ഒരു ഏരിയയിലാണ് അവിടെ പാർക്ക് ചെയ്തത്. നമ്മൾ എത്ര ഹവർ ഇടുന്നോ അതിനനുസരിച്ചുള്ള റേറ്റ് നമുക്ക് അവസാനം പേ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ സോനപ്രയാഗിൽ താമസിച്ചത് ഏകദേശം 1000 രൂപയ്ക്കാണ് 4 പേര്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നമ്മൾ സോനപ്രയാഗിൽ നിന്ന് പോകേണ്ട വണ്ടി, അതായത് ജീപ്പ്. അതിന് 50 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അവിടുന്ന് നമ്മളിപ്പോൾ ഗൗരികുണ്ട് റീച്ച് ആയിട്ടുണ്ട്. ഇനി ഗൗരികുണ്ടിൽ നിന്നാണ് ശരിക്കും ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ഏകദേശം 18 കിലോമീറ്റർ നമുക്ക് ട്രക്ക് ചെയ്യാനുള്ളത്. 18 കിലോമീറ്റർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ട്രക്കിംഗ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഏകദേശം നമ്മൾ സ്മാർട്ട് വാച്ച് ഉണ്ടായിരുന്നു, അതിൽ നോക്കിയപ്പോൾ 22 കിലോമീറ്റർ അടുത്ത് ഏകദേശം നടന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി കയറിപ്പോകുന്ന റൂട്ടും കാര്യങ്ങളെല്ലാം ഭയങ്കര മനോഹരമായിട്ടുള്ള ഏരിയാസൊക്കെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഇഷ്ടംപോലെ വാട്ടർഫാൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് റെയിനിങ് ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ സെപ്റ്റംബർ ആയതുകൊണ്ടും അത്യാവശ്യം മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല നല്ല ഭംഗിയുള്ള റൂട്ടൊക്കെ ആയിരുന്നു. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ വലിയ കാര്യമായിട്ട് മഴയൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത്യാവശ്യം മഴ തുടങ്ങി. പിന്നെ ടോപ്പിലോട്ടെത്താൻ നമുക്ക് വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കുതിരവണ്ടിയാണ്. അപ്പം ഇതിന് ഏകദേശം ഒരു 3500 to 4000 ഒക്കെയാണ് ഇവർ ചോദിച്ചത്. ഞാൻ അന്വേഷിച്ചപ്പം അവർ പറഞ്ഞ റേറ്റ് അതാണ്. പല റേറ്റാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയും കണ്ട് അങ്ങനെയൊക്കെ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ നോക്കിയും കണ്ട് എടുക്കുക. പിന്നെ നമുക്ക് ഇത് ഏറ്റവും അതായത് ഗൗരികുണ്ടിൽ നിന്ന് തന്നെ എടുക്കാതെ ഇങ്ങനെ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് കുറവ് വരുന്നുണ്ട്. അപ്പം അതുപോലെ നോക്കിയെടുക്കുക, അങ്ങനെ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ. പോകുന്ന റൂട്ട് പിന്നെ ഇതുപോലെയൊക്കെയാണ്, നല്ല ഭംഗിയുള്ള റൂട്ടാണ്. പിന്നെ നിങ്ങളൊരു അതായത് ഈ സ്റ്റിക്ക് ഉണ്ടല്ലോ നമുക്ക് നടക്കാൻ വേണ്ടി, വാക്കിംഗ് സ്റ്റിക്ക്, അപ്പോൾ അതൊരെണ്ണം മേടിക്കുകയാണെങ്കിൽ ഒരു വടി മേടിക്കുകയാണെങ്കിൽ നമുക്ക് നടക്കാൻ എളുപ്പമാണ്. നമുക്ക് ക്ലൈമ്പിങ്ങിനൊക്കെ ഇച്ചിരി കൂടെ ഹെൽപ്ഫുള്ളാണ്. അത് 30 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഗൗരികുണ്ടി വന്നപ്പോൾ അത് ഞാൻ സോനപ്രയാഗിൽ നിന്നാണ് മേടിച്ചത്. അവിടെ 30 രൂപയായി. ഗൗരികുണ്ടിൽ അത് 20 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നോക്കി മേടിക്കുക. ഇനി ഇതുപോലത്തെ കുറേ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് പോകുന്ന വഴിക്ക്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഏരിയാസാണ്. ഇപ്പം അങ്ങനത്തെ കുറേ കാഴ്ചകൾ കാണാറുണ്ട്. പിന്നെ നിങ്ങൾ ഫുഡും വെള്ളമൊക്കെ മാക്സിമം കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകുക. എന്ന് വെച്ചാൽ ഓവർ വെയിറ്റ് ക്യാരി ചെയ്യാതിരിക്കുക. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടുന്ന് ഗൗരികുണ്ട് കഴിയുമ്പോൾ തന്നെ നല്ല പൈസ ആവുന്നുണ്ട്. ഒരു വാട്ടർ ബോട്ടിലിന് ഏകദേശം 50 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അത് ഏറ്റവും ടോപ്പിൽ 100 ഒക്കെയാണ് വരുന്നത്, 100 രൂപയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഫുഡിനാണെങ്കിലും ഇപ്പോൾ 5 രൂപേൻ്റെയൊക്കെ നമ്മുടെ ഹാൽഡ്രാംസിൻ്റെയൊക്കെ മിക്സ്ചർ ഐറ്റംസ് ചെറുതൊക്കെ ഉണ്ടല്ലോ പാക്കറ്റ്, അതിനൊക്കെ ഏകദേശം ഇവർ 10 ഡബിൾ റേറ്റാണ് എല്ലാത്തിനും തന്നെ ഇവർ ചാർജ് ചെയ്യുന്നത്. ബിസ്ക്കറ്റ് ആണെങ്കിലും എല്ലാം ഡബിൾ റേറ്റൊക്കെയാണ്. സ്റ്റിങ് എനർജി ഡ്രിങ്ക് ഒക്കെ ആണെങ്കിൽ 50 ഒക്കെയാണ് ചാർജ് ചെയ്യുന്നത്. അത് നമ്മുടെ ഇവിടെ 20 രൂപയ്ക്ക് കിട്ടുന്നതാണ്, അതിന് 50 രൂപയൊക്കെയാണ്. പിന്നെ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഇതുപോലത്തെ ഓരോ ഷോപ്പൊക്കെ ഉണ്ട്, അവിടേക്ക് കയറി റെസ്റ്റ് എടുക്കാം. പിന്നെ ഓരോ ഇതൊക്കെ വേണമെങ്കിൽ മേടിച്ച് കഴിക്കാം. പിന്നെ ചായക്കൊക്കെ വരുന്നത് 30 രൂപയൊക്കെയാണ്. പിന്നെ മാഗി 50, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. മാക്സിമം നിങ്ങൾ ഫുഡ് ക്യാരി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റൊക്കെ ആയിട്ട് പോകുന്നെങ്കിൽ കുറച്ച് ഫുഡ് ക്യാരി ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ പോകുന്ന റൂട്ടിൽ മിക്കയിടത്തും നല്ല മഴയായിരുന്നു. അപ്പം അതൊക്കെ കാരണമെന്ന് തോന്നുന്നു ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് വീക്കായി. അതുമാത്രമല്ല അത് കഴിഞ്ഞ് AMS അടിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും നമുക്ക് മെഡിക്കൽ സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു പോകുന്ന റൂട്ടിൽ, വളരെ കുറവാണ്. അപ്പോൾ അവിടെ കയറി നമ്മൾ ഓക്സിജനൊക്കെ എടുത്തു ഗവൺമെൻറ്റിൻ്റെ തന്നെ. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു നിങ്ങൾ റൂം എടുത്തോ, അതായിരിക്കും ബെറ്റർ, ഇനി വാക്ക് ചെയ്താൽ നിങ്ങൾക്ക് പണി കിട്ടാൻ സാധ്യത. പിന്നെ നമുക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നില്ലായിരുന്നു.
അതായത് ജസ്റ്റ് ഒന്ന് ഒരു 3-4 സ്റ്റെപ്പൊക്കെ വെക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ബോഡി വീക്കാവുമായിരുന്നു. പിന്നെ നമ്മൾ ലിഞ്ചോല എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന റൂം എടുത്തു. 4 പേർക്കായത് 1800 അവർ അവിടെ വലിയ തിരക്കൊന്നുമില്ല. ആൾക്കാർ ഇനി ഇവിടുന്ന് 5 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ആളുകളെല്ലാം ടോപ്പിൽ തന്നെയാണ് റൂം എടുക്കുന്നത്. ഇവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർ റേറ്റൊക്കെ കുറച്ച് തന്നു. 1800 ഇവിടുത്തെ ഒരു റേറ്റ് വെച്ച് ഇത് ഗവൺമെൻറ്റിൻ്റെ ആണ്. GMVN എന്ന് പറയുന്ന സൈറ്റ് ഞങ്ങൾ നോക്കിയപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോൾ അവർ ഡിസ്കൗണ്ട് തന്നെയാണ് തന്നേക്കണത്. അതിലെ റേറ്റ് വെച്ച് അതിൽ ഒരാൾക്ക് 700 വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേറ്റിട്ട് രാവിലെ തന്നെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 1.5 കിലോമീറ്റർ നടന്നപ്പോഴേക്കും വീണ്ടും ഇന്നത്തെ സെയിം അവസ്ഥയായി. നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്ക് ഞങ്ങൾക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ഈ കുതിരവണ്ടിയിൽ പോകാനായിട്ട്, കുതിര എടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച അവസാനം ഒട്ടും പറ്റില്ലാതെ ആയപ്പോഴേക്കും കുതിര എടുത്തു. അതിൽ ഞങ്ങൾക്ക് 1000 രൂപയാണ് ആയത്. എന്തോ 3 കിലോമീറ്ററോ ഇത്ര അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ടോപ്പ് വരെ. അത് കഴിഞ്ഞ് പിന്നെ കുതിര വണ്ടി എടുത്ത് ഒരു 1000 രൂപ പറഞ്ഞു. 1000 രൂപയിൽ ഞങ്ങൾ ടോപ്പിലെത്തിച്ചു. കാരണം രാവിലെ ആയതുകൊണ്ടാണ് ആ പൈസയ്ക്ക് കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നു. ആളുകൾ ഭയങ്കര കുറവായിരുന്നു വാക്കിങ് ആ ടൈമിൽ. അങ്ങനെ ഇതാണ് നമുക്ക് ടോപ്പ് ഏരിയ വരുന്നത്. കുതിര വണ്ടി നമുക്കൊരു അതായത് ടെമ്പിളിൽ നിന്നൊരു 1.5 കിലോമീറ്റർ മുമ്പ് വരെ പോവുള്ളൂ. അപ്പോൾ അവിടെ നമ്മളെ കൊണ്ടുവിടും. ആ ഒരു കാണുന്ന ഏരിയ ആണ്. അവിടെ വരെ നമുക്ക് ഇതിൽ പോകാൻ പറ്റുള്ളൂ. അവിടുന്ന് വീണ്ടും നമുക്ക് നടക്കണം. പിന്നെ ബാക്കിയെല്ലാം ലെവൽ റോഡാണ്, കയറ്റമൊന്നുമില്ല. കുതിര വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരാൾക്ക് 250 വെച്ച് 4 പേർക്ക് 1000 കൊടുത്ത് നമ്മൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ ടെമ്പിളിലോട്ട്. പോകുന്ന വഴിയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ തന്നെയാണ്. കാരണം ഒരു സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ മേഘമൊക്കെ അടിഭാഗത്തായിട്ട് നിൽക്കുന്നതാണ്. ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, റെക്കോർഡ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടേക്കാം. പിന്നെ ഫുൾ ടൈം ഹെലികോപ്റ്ററും കാര്യങ്ങളുമൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇഷ്ടംപോലെ ഹെലികോപ്റ്റർ വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷോപ്പെല്ലാം തന്നെ രാവിലെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ GMVൻ്റെ ടെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്, അവൈലബിൾ ആണ്. അത് GMVൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അല്ലാത്ത റൂംസും കിട്ടും. എന്നോട് ഞാൻ ട്രെക്ക് ചെയ്ത് വന്നപ്പോൾ ഒരു ആൾ പറഞ്ഞത് നിങ്ങൾ GMVനേക്കാളും നല്ലത് റൂംസ് അല്ലാതെ എടുക്കുന്നതാണെന്നാണ്. അതാകുമ്പോൾ ഇതിലും ആ റേറ്റിന് അതിലും നല്ല സൗകര്യമുള്ള അത് കിട്ടുമെന്ന് പറഞ്ഞു. എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. ഞാനിപ്പം എടുത്തത് ലിഞ്ചോല എന്ന് പറയുന്ന സ്ഥലത്താണ്. അതെടുത്തത് GMVൻ്റെ തന്നെയാണ്. അതുകൊണ്ട് അത് അല്ലാത്ത നോർമൽ റൂംസ് ആളുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനെക്കുറിച്ച് അറിയത്തില്ല. ഞങ്ങൾ വന്ന എന്തായാലും കറക്റ്റ് ടൈമായിരുന്നു. നല്ല മഞ്ഞുമല ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് ഫുള്ള് മേഘത്തിൽ മൂടിപ്പോയി. ഞങ്ങൾ വന്ന ടൈം എന്തായാലും കറക്റ്റായിരുന്നു കയറി വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കേദാർനാഥ് ബേസ് ക്യാമ്പിൻ്റെ ഏരിയയിലെത്തി. ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂ ആണ്. ഇത് ക്യാമറയിലൊന്നും അത്ര ഭംഗിയിൽ കാണിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അവിടെ കണ്ട വ്യൂ വെച്ച് ഇതിൽ ക്യാമറ കാണുന്നതൊന്നുമല്ല. ഇവിടെ വരെയാണ് ഹെലികോപ്റ്റർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഇപ്പോൾ ഹെലികോപ്റ്റർ വരാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ ഇവിടെ വന്ന് ഇറങ്ങാം. എനിക്ക് തോന്നുന്നു ഒരാൾക്ക് 9000 സംതിങ് അങ്ങോട്ടാണെന്ന് തോന്നുന്നു ഒരാൾക്ക്. നേരത്തെ ബുക്ക് ചെയ്യണം. ഈ ഒരു പാലത്തിന് തൊട്ട് മുമ്പ് ഇടത് സൈഡിലായിട്ടാണ് നമുക്ക് ടിക്കറ്റ് വെരിഫൈ ചെയ്യാനുള്ളത്. അതായത് നമ്മൾ യാത്രാധാമിൽ നിന്ന് ബുക്ക് ചെയ്ത ടിക്കറ്റ് അവിടെ കൊടുത്ത് വെരിഫൈ ചെയ്തിട്ട് അവർ നമുക്ക് ഒരു പ്രിൻ്റ് ചെയ്തൊരു ടിക്കറ്റ് തരും. അത് വെച്ചാണ് നമുക്ക് ദർശനം നടത്താൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് കയറി ചെല്ലുന്നത് നടത്തുന്നത് നമുക്ക് കേദാർനാഥ് ക്ഷേത്രം കാണാൻ പറ്റും. ഇപ്പം കുറേ നാൾ വെയിറ്റ് ചെയ്ത ഒരു ട്രിപ്പ് തന്നെയായിരുന്നു ഇത്, കേദാർനാഥ് പോകാമെന്നുള്ളത്. എന്തായാലും നടന്നു.
ഭയങ്കര ബ്യൂട്ടിഫുൾ തന്നെയായിരുന്നു ആ ഒരു ഏരിയ ഫുള്ള്. ഇതൊക്കെ ഈ ഓം എന്നുള്ളതൊക്കെ എന്തോ റീസെൻ്റായിട്ട് ചെയ്താന്ന് തോന്നുന്നു. നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു. കാരണം ഞങ്ങൾ വന്ന വഴിക്കൊക്കെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഡേ അവിടെ സ്റ്റേ എടുത്തു കഴിഞ്ഞ് പിറ്റേ ദിവസം വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇവിടെ റെയിനൊന്നും ഇല്ലായിരുന്നു, വലിയ തിരക്കുമില്ലായിരുന്നു. പക്ഷേ അമ്പലത്തിൽ ദർശനത്തിന് നിൽക്കാൻ നേരത്തെ ഏകദേശം ഒരു മണിക്കൂർ അടുത്തേക്ക് നിൽക്കേണ്ടി വന്നു. പിന്നെ നമുക്കിവിടെ ഫ്രീ ആയിട്ട് അന്നദാനം കിട്ടുന്നതാണ്. അതായത് നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞ് നമ്മൾ ഒരു റൈറ്റ് സൈഡിലോട്ട് പോവുക. അവിടെ ഒരു സ്ട്രെയിറ്റ് പോകുമ്പോൾ ഒരു പാലമുണ്ട്. അപ്പോൾ ആ പാലം കൊണ്ട് കയറി നേരെ ചെല്ലുമ്പോഴാണ് നമുക്ക് ഫുഡിൻ്റെ ഉള്ള ഏരിയ. അതൊക്കെ അവിടെ ആളുകളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇനി ദർശനത്തിനുള്ള ക്യൂവിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾ അമ്പലത്തിൻ്റെ അകത്ത് കയറുന്നവർ ഷൂസൊക്കെ ഊരി എവിടെയെങ്കിലും ഇടുക. ഞങ്ങളിപ്പം ഒരു ഷോപ്പിലാണ് ഇട്ടേക്കണത്. ഈ പോകുന്ന വഴിക്ക് കാണുന്ന ഈ ഒരു കുടയൊക്കെ വെച്ചേക്കണ ഏരിയാസിലൊക്കെ എന്തെങ്കിലും സാധനം അവരുടെ നിന്ന് മേടിച്ചാൽ അവരുടെ അവിടെ ചെരുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ല ഷൂസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ നോക്കിയോളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ദർശനത്തിന് ക്യൂവിൽ തന്നെ നിൽക്കുക. പിന്നെ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദിശങ്കരാചാര്യ സമാധി ഉണ്ട്. ഇതിന് പുറകിലായിട്ടാണ്, അമ്പലത്തിൻ്റെ പുറകിലായിട്ടാണ്. അപ്പോൾ അത് കാണാൻ പോവാണ്. ഇനി ഇതിൻ്റെ മലേൻ്റെ മുകളിലോട്ടൊക്കെ ആളുകൾ പോകുന്നുണ്ട്. അവിടെയൊക്കെ കുറേ ചെറിയ ചെറിയ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഒത്തിരി ആളുകൾ ഈ മലേൻ്റെ മുകളിലൊക്കെ പോകുന്നതൊക്കെ കാണാം. നമ്മളെ മറ്റേ കൊട്ടവഞ്ചിയിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വരുന്നുണ്ട്. 1000 രൂപ വന്നിട്ടുണ്ട് ഒരാൾക്ക്. പിന്നെ ഇതുപോലെ ഇഷ്ടംപോലെ സന്യാസികളെയും ഒക്കെ കാണാം. അവരുടെ കൂടെ തന്നെ ഫോട്ടോ എടുക്കാം, പൈസ കൊടുക്കുകയാണെങ്കിൽ. അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ആദിശങ്കരാചാര്യരുടെ പുതിയ സമാധി. എനിക്ക് തോന്നുന്നു ഈ വർഷം കണ്ടാണ് ഇത് ഒന്നുകൂടെ റീകൺസ്ട്രക്റ്റ് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ആണിത്. അപ്പോൾ ഇതാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ കേദാർനാഥ് വിസിറ്റിലുള്ള കാര്യങ്ങളൊക്കെ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം, AMS മെഡിസിൻസൊക്കെ ക്യാരി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ട് ക്ലൈംബ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ബ്രീത്തിങ് ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എത്ര ആൾട്ടിറ്റ്യൂഡ് ഉള്ളതുകൊണ്ട്. ഏകദേശം 12,000 ഫീറ്റുണ്ട് അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നോക്കുക. അപ്പം ഇതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.